തെക്കൻ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിലെ പാലിസേഡ്സ് ഈറ്റൻ തീപിടുത്തങ്ങൾ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. ഇവിടെ 3 ആഴ്ചയിലധികം കാട്ടുതീ നീണ്ടുനിന്നിരുന്നു. ആളിപ്പടർന്ന കാട്ടുതീയിൽ 30-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. 10,000-കണക്കിന് മനുഷ്യരുടെ താമസ സ്ഥലം കത്തിച്ചാമ്പലായി. 37,000 ഏക്കറിലധികം പ്രദേശങ്ങളിലേക്കാണ് കാട്ടുതീ ആളിപ്പടർന്നത്. ജാനുവരി 7-ന് ആരംഭിച്ച് 3 ആഴ്ചയിലധികം നീണ്ടുനിന്ന കാട്ടുതീയിൽ ഏകദേശം $180 ബില്യണിലധികം നഷ്ടം അമേരിക്കയ്ക്കുണ്ടായി എന്നാണ് കണക്കുകൾ പറയുന്നത്. തീയണയ്ക്കൽ ദൗത്യം അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അമേരിക്കയിലെ വരണ്ട കാലാവസ്ഥയ്ക്കൊപ്പം ശക്തമായ കാറ്റുകൂടിയായപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ വേഗത്തിൽ പടർന്നു കയറി. കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിരവധി അഗ്നിസുരക്ഷാ അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചിലർ മരിക്കുകയും ചെയ്തു. തീ അണയ്ക്കാനുള്ള സകല വഴികളും അടഞ്ഞ അമേരിക്കൻ അഗ്നിസുരക്ഷാ ജീവനക്കാർ അവസാനം തീയുടെ വ്യാപനം തടയുന്നതിനു വേണ്ടി തീപിടുത്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഫോസ്റ്റെക് സൊല്യൂഷൻസ് എന്ന പിങ്ക് പൗഡർ വിതറിയിരുന്നു. തീ അണയ്ക്കാനുള്ള സകല ശ്രമങ്ങളും പരാജയപ്പെട്ട അധികാരികൾ അവസാന മാർഗമെന്ന നിലയ്ക്കാണ് മണ്ണും ജലവും വായുവും മലിനമാക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ രാസവസ്തു ഉപയോഗിച്ചത്. ആഴ്ചകൾ നീണ്ട തീവ്ര പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി അറിയേണ്ടത് കാട്ടുതീ ഉണ്ടാകാനുള്ള കാരണമാണ്. അതിപ്പോഴും ദുരൂഹമാണ്. അമേരിക്കയിലെ വിദഗ്ധരുടെ നിഗമനം പോലെ അമിതമായി ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന ആഗോള താപനമാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് വഴിവെച്ചതെങ്കിൽ അമേരിക്കയിലേതുപോലെ ലോകത്തിന്റെ പല കോണിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ലോകരാഷ്ട്രങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകേണ്ടതാണ്. ഇപ്പോൾ തന്നെ സ്ഥിതി വളരെ മോശമാണ്. ആഗോളതാപനത്തിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ അതനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ ഉടൻ സ്വീകരിച്ചേ മതിയാകൂ.